ഇന്ന് നല്ലൊരു മുളക് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ചുമന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പച്ചമുളകിൻ്റെ ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കാം. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള ഒരു സാധനവും വേണ്ട. നമുക്ക് ഇവിടുത്തുകാർ മീൻസ് ഹിന്ദിക്കാർ ഇടുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായി ഞാൻ മാർക്കറ്റിൽ നിന്ന് ഈ ടൈപ്പിലുള്ള കുറേ മുളക് വാങ്ങിയിട്ടുണ്ട്. ഇത് ഈ തണുപ്പ് സമയമാകുമ്പം ഇവിടുത്തെ മാർക്കറ്റിൽ വരുന്ന മുളകാണ്. ആദ്യം അവർ കുറേ പെറുക്കി വെച്ചു, അതൊക്കെ ഒന്ന് കേടായിരുന്നു, ഇച്ചിരി സോഫ്റ്റായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനതൊക്കെ ഒന്ന് മാറ്റി നല്ല ഫ്രഷായിട്ടുള്ളത് ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് കൊടുത്തു. അങ്ങനെ 50 രൂപയ്ക്ക് ഇത്രയും മുളക് വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു 1/2 കിലോ മുളകാണെന്ന് തോന്നുന്നു. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി തുടച്ചെടുക്കണം. വെള്ളമയം ഒട്ടും ആകാൻ പാടില്ല. കാരണം ഇത് നമുക്ക് 1 വർഷം വരെ ഉപയോഗിക്കാവുന്ന ഒരു അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് 1 വർഷം കഴിഞ്ഞ് ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 6 മാസം. പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരത്തേക്ക് അതൊന്ന് സോഫ്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം നല്ല തുണി കൊണ്ട് തുടച്ചെടുത്ത് ഇനി ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വെയിലത്ത് വെക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. വെയിലത്ത്, നല്ലൊരു വെയിലത്ത് 10-15 മിനിറ്റ്, അധികം സമയമൊന്നും വെക്കത്തില്ല. വാടിയൊന്നും പോകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഞാനിത് ഞാൻ എടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം അരിഞ്ഞെടുക്കണം. ഇത് ഒട്ടും എരിവില്ലാത്ത മുളകാണ്. ഈ മുളക് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. നാട്ടിൽ പിന്നെ ഇതുപോലത്തെ വലിയ പച്ചമുളക് കിട്ടുമായിരിക്കും ഇപ്പം തോന്നുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ അച്ചാറിടാം. ഞാനിതുപോലെ വട്ടത്തിലാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ എല്ലാ മുളകും ഒന്ന് അരിഞ്ഞെടുക്കുക. അധികം അരിയൊന്നും ഇതിനകത്തില്ല. ഇതിൻ്റെ ചുവട്ടിൽ മാത്രം കുറച്ച് അരിയുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കളയാം. ഇങ്ങനെയാണ്. അതുകൊണ്ട് മുകളിലൊന്നും അരിയില്ല, പിന്നെ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് അരിയുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എരിവില്ലാത്തത് കൊണ്ട് ഇഷ്ടമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കളയാം. ഞാനിതിൻ്റെ ചുവട്ടിലെ അരി കളയുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ കഴിച്ചു തുടങ്ങാമായിരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇത് നമ്മൾ വേവിക്കുന്നില്ലല്ലോ, അടുപ്പിൽ വെച്ച് വേവിക്കാതെ തന്നെയാണ് ഇതെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് അതിനകത്ത് അരി എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് മസാല നിറച്ച് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് തന്നെ വട്ടത്തിൽ തന്നെയാണ് അരിയുന്നത്. ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അച്ചാറിടാം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി, നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഈ കേരളക്കാർ സെയിം അച്ചാറൊക്കെയല്ലേ ഇടുന്നത്, മീൻസ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് മാത്രമല്ലേ അച്ചാറിടുന്നത്. പക്ഷേ ഇവിടുത്തുകാർ അച്ചാറിന് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാറില്ല. വെളുത്തുള്ളി അങ്ങനെ ചേർക്കുന്നവരും ഉണ്ട്, പക്ഷെ ചേർക്കത്തില്ല എന്നല്ല. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ ഇതിനായിട്ട് പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അളവ് എനിക്കറിയത്തില്ല, ഞാൻ ഈ സ്പൂണിനാണ് അളന്നെടുത്തത്, വലിയ സ്പൂണിന്. അതിന് 2 സ്പൂണ് പെരുംജീരകം, പിന്നെ ചെറിയ ജീരകം, പിന്നെ 1 സ്പൂൺ മാത്രം ഉലുവ, കൈപ്പല്ലാത്തത് കൊണ്ട് കുറച്ച് മാത്രം, പിന്നെ അതിൻ്റെ പകുതി അജ്വൈൻ എടുത്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ അയമോദകം, പിന്നെ കുറച്ച് കുരുമുളകും. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് നമുക്ക് ചൂടാക്കണം. ഞാൻ ആദ്യം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഗ്യാസ് ഓണാക്കിയത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് കരിഞ്ഞു പോകല്ലേ, മൂത്ത് പോകല്ലേ, അത് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന രീതിയിലുള്ള ആ ചൂടിൽ മാത്രം ഇത് നമുക്ക് ചൂടാക്കി എടുക്കണം. ഇടയ്ക്കൊന്ന് നോക്കാം, ഇത് പൊട്ടിപ്പോകാനോ കരിഞ്ഞു പോകാനോ ഒന്നും പാടില്ല. ഇങ്ങനെ പൊട്ടുമല്ലോ ഉലുവയൊക്കെ, അങ്ങനെ പാടില്ല. അതിന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. നമ്മുടെ കൈ പിടിക്കുന്ന അതേ രീതിയിൽ, ഈ രീതിയിൽ ഞാനിതൊന്ന് വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കൂടി ചേർത്ത് കൊടുക്കണം. കടുക് ഞാൻ ആവശ്യത്തിന് ചേർത്ത്, കടുക് എത്ര ചേർത്ത് കൊടുക്കുന്നത് അത്രയും നല്ലതാണ്. കടുക് കൂടി ചേർത്തു. ഇത് ഗ്യാസ് ഓഫാണ്, അത് ഓണാക്കി കൊടുത്താൽ കടുക് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രം ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് ചൂടാക്കി ഇതൊന്ന് പൊടിച്ച് വെക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അനുസരിച്ചാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മുളകല്ല, അത് മുളകായതുകൊണ്ട് പെട്ടെന്ന് അവിഞ്ഞു പോകുമല്ലോ. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം.
ആ ചൂടോട് കൂടി തന്നെ പൊടിക്കുമ്പോൾ നല്ലവണ്ണം ഇത് പൊടിഞ്ഞ് കിട്ടും. കുറച്ച് ചെറുതായിട്ടൊരു തരി എന്ന് പറഞ്ഞാൽ നൈസായിട്ട് പൊടിക്കുകയല്ല, ചെറിയൊരു തരിയായിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനി പൊടിച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കണം. ഇത് എണ്ണ കടുകെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയിലും ഉപയോഗിക്കാം. കാരണം നല്ലെണ്ണ നാട്ടിൽ കിട്ടുമല്ലോ, ഇവിടെ എനിക്ക് കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് അച്ചാറിടാനായിട്ട് കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കപ്പലണ്ടി എണ്ണ. പിന്നെ കറി എണ്ണ എന്ന് പറയുമ്പം സോയാബീൻ്റെ എണ്ണ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്. ഇപ്പം അച്ചാറിടാനായിട്ട് ഞാൻ ഈ കടുകെണ്ണ എടുത്തിട്ടുണ്ട്. കടുകെണ്ണയൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി, ആവി ഇങ്ങനെ തിളയ്ക്കാൻ പാടില്ല, ചൂടാകണം. ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടി. ഇനി ഇത് നമുക്ക് അച്ചാറിടാം. ഇതിലേക്ക് മുളകരിഞ്ഞ് വെച്ചതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറയുന്നതിൽ ഒത്തിരി തെറ്റ് കാണും, നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച മസാല ചേർത്ത് കൊടുക്കാം. അത് മൊത്തം ചേർക്കാം. എത്ര മസാല ചേർത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റില്ല. നമ്മൾ കുട്ടികളാണെങ്കിൽ ഇത് ഈ മുളകൊന്നും കഴിക്കത്തില്ലല്ലോ, മസാല മാത്രമല്ലേ കഴിക്കത്തുള്ളൂ. അന്നേരം അവർക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എരിവ് അധികം ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഞാൻ പൊടിച്ച് വെച്ചത് മൊത്തം ചേർത്ത് കൊടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് ഇളക്കണം. വിനാഗിരി ചേർക്കണ്ടെങ്കിൽ ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടി ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല, വിനാഗിരി ചേർത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടാക്കി വെച്ചത് പകുതി ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് പിന്നെ ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് പകുതി ചേർത്ത് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഒട്ടും വെള്ളമയം ഒരു പാത്രത്തിലോ സ്പൂണിലോ ഒന്നും പാടില്ല. വെള്ളമയം ഉണ്ടായെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ അച്ചാറിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നമ്മൾ വെള്ളമയം ഇല്ലാതെ തന്നെ അച്ചാർ തയ്യാറാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് കുറേ സമയങ്ങൾ വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുപ്പി നേരത്തെ തയ്യാറാക്കി വെക്കണം. കുപ്പിയൊക്കെ തുടച്ച് അതൊക്കെ ഉണക്കി ഒന്ന് വൃത്തിയാക്കി വെക്കുക. ഞാൻ ഇത് ഒരു കുപ്പിയൊക്കെ തയ്യാറാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ബ്ലാക്ക് സോൾട്ട് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അഭിപ്രായം അറിയിക്കുമ്പം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. ഞാനിതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റണം. ഈ മുളക് കിട്ടിയില്ലെങ്കിലും സാരമില്ല, പച്ചമുളകിൽ ഇങ്ങനെ തയ്യാറാക്കാം. പച്ചമുളകും നാരങ്ങയും ചേർത്താണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാം. ഇനി നമുക്ക് കുപ്പിയിലേക്ക് നിറച്ച് അടച്ച് വെക്കണം. ഞാൻ ഇത് കുപ്പിയിലെല്ലാം ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച എണ്ണ കൂടി പുറത്ത് കൂടി ഒഴിച്ച് ഇത് കുറച്ച് കഴിയുമ്പം ഇത് അവിഞ്ഞു പോകും, കാരണം താന്നു പോകും. അന്നേരം എണ്ണ മൊത്തം പൊങ്ങി കിടക്കും, മുളകൊക്കെ താണു പോകും. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. അടപ്പിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒന്ന് ചേർത്ത് അടപ്പ് കൂടി ഒന്ന് നല്ല ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.